സ്റ്റോർ നമ്പർ 18. നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് സ്വാസിക. അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് സ്വാസിക. സിനിമകളിലൂടെയാണ് താരം ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നതെങ്കിലും സീരിയലുകളിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ എത്തുന്നത്. എന്നാൽ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീത എന്ന പരമ്പരയിലൂടെയാണ് സ്വാസിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത്. ഇതിലൂടെ നിരവധി ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത്. സീരിയൽ രംഗത്ത് വൻ ജനപ്രീതി നേടിയ ശേഷമാണ് നടി സ്വാസികയ്ക്ക് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായത്. ചതുരം എന്ന സിനിമയിലൂടെ കരിയർ ഗ്രാഫ് മാറിമറിഞ്ഞ സ്വാസികയ്ക്ക് സിനിമാ രംഗത്ത് തിരക്കേറുകയാണ്. അടുത്തിടെ താരം ഉണ്ണിമുകുന്ദനുമായി പ്രണയത്തിലാണെന്ന തരത്തിലും വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ അഭ്യൂഹത്തോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി. കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരമായി തോന്നിയ മികച്ച അഭ്യൂഹം ഏതാണെന്ന് എന്ന ചോദ്യത്തോടാണ് സ്വാസിക പ്രതികരിച്ചത്. താൻ ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന കാര്യമാണ് തമാശയായി തോന്നിയത് എന്നാണ് സ്വാസിക പറയുന്നത്. കുറെ നാളുകളായി ഞാൻ അടുപ്പിച്ച് കേട്ട അഭ്യൂഹം ഞാൻ ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾ ഇഷ്ടത്തിലാണ് എന്നുള്ളതാണ്. അതെനിക്ക് നല്ല തമാശയായിട്ടുള്ള അഭ്യൂഹമായി തോന്നി എന്നാണ് സ്വാസിക പറയുന്നത്. ഇതിനിടയിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നിയിട്ടില്ലേ? ഒരിക്കലും. അതെന്താ, ഉണ്ണി മുകുന്ദൻ അത്ര ഗ്ലാമർ അല്ലേ എന്ന് ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഉണ്ണിയും ഞാനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് പോലും അല്ല. എങ്ങനെയാ ആ അഭ്യൂഹങ്ങൾ വന്നത് എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യം വേറൊരാൾ പറയുമ്പോൾ തമാശയായിട്ട് തോന്നി. ഐഡിയ നല്ലതായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു, അതാണ് പറഞ്ഞത്. ബെസ്റ്റ് റൂമർ ആയിരുന്നു എന്ന്. ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളല്ല, ദിവസവും കാണുന്ന സംസാരിക്കുന്ന ആൾക്കാരല്ല. എന്നിട്ടും എങ്ങനെ അത് വന്നു എന്നുള്ളത് ഒരു തമാശയായ കാര്യമായിരുന്നു എന്നും സ്വാസിക വ്യക്തമാക്കി. അടുത്തിടെ വിവാഹം വൈകാതെ നടന്നേക്കുമെന്ന സൂചനയും സ്വാസിക നൽകിയിരുന്നു. തനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നാണ് സ്വാസിക പറഞ്ഞത്. കല്യാണം എന്തായാലും കഴിക്കണം, എനിക്കതിൽ നിർബന്ധമുണ്ട്. കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടെ എൻ്റെ ഒരാൾ വേണം. കല്യാണത്തെ എതിർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ. കല്യാണത്തിന് പേടിയാണെന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, പക്ഷേ എനിക്കൊരു പേടിയുമില്ല. കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് അല്ല, ലവ് മാരേജ് ആണ്. ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ തന്നെ ചെയ്യണം. എൻ്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ്. രാത്രി കാലങ്ങളിലായിരിക്കും, ചെക്കൻ അക്കരെയായിരിക്കും. അപ്പൂപ്പൻ പുഴ കടന്നു വരുമ്പോൾ അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരുന്നു. പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെ വിവാഹമില്ല. പക്ഷേ ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നും സ്വാസിക വ്യക്തമാക്കി. മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം. ചെക്കന് നീന്തൽ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സ്വാസികയുടെ മറുപടി. വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും സ്വാസിക ചൂണ്ടിക്കാട്ടി. നേരത്തെയും വിവാഹ സങ്കല്പത്തെക്കുറിച്ച് സ്വാസിക സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ കാല് തൊട്ട് വണങ്ങുന്ന ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്നും വിവാഹശേഷം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നും സ്വാസിക പറഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ജനുവരി 19-നാണ് സ്വാസികയുടെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്യുന്നത്. കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സ്വാസികയ്ക്ക് പുറമെ ഗ്രേഡ് ആന്റണിയും നായികയായി എത്തുന്നുണ്ട്. നടിയുടെ പുതിയ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.